എസ് മീഡിയ ഗ്രൂപ്പിന്റെ ബാനറിൽ ഒരു കൂട്ടം കലാസ്നേഹികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് രാവും പകലും കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരോടെല്ലാവരോടും ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. പെരുമ്പാവൂർ മനോഹർ പെരുമ്പാവൂരിന്റെ യുവാക്കൾ എന്ന മൂവിയുടെ ട്രെയിലർ റിലീസിംഗ് കൂടിയാണ് ഇന്നിവിടെ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വിശിഷ്ട വ്യക്തികളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ യുവാക്കൾ മൂവിയുടെ ഡയറക്ടർ ശ്രീ മനുമാഷിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥന ചൊല്ലുന്നതിന് വേണ്ടി സീന മോഹനെ ക്ഷണിക്കുന്നു. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനടിയങ്ങൾ എന്നുമെന്നും മടിയാതെ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനടിയങ്ങൾ എന്നുമെന്നും മടിയാതെ തോന്നണമേ. സത്യമാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനടിയങ്ങൾ എന്നുമെന്നും മടിയാതെ തോന്നണമേ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മ 2 വർഷമായി നമ്മുടെ ഈ മൂവി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ മൂവിയുടെ ഇന്നലെ പാക്കപ്പ് ആയിരുന്നു. നമ്മുടെ മാക്സിമം സീന് ഇന്നലെ രാത്രി 2 മണി വരെ നമ്മൾ ചെയ്ത് തീർത്തു. ഇതിൽ അഭിനയിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വന്ന് അതിൽ പങ്കെടുത്തു. അവർ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. പിന്നെ മഴ കാരണം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. നമ്മുടെ ഈ മൂവിയുടെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ നമ്മൾ ക്ഷണിച്ചു വരുത്തിയ പെരുമ്പാവൂരിൻ്റെ നഗരപിതാവ് ചെയർമാൻ സാറും ബിജോൻ ജേക്കബ് സാറും പിന്നെ സിനിമ ആർട്ടിസ്റ്റായ ബാലൻ മന്നാടിയാർ സാറിനും ഞാൻ ഒരുപാട് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഈ മൂവിക്ക് വേണ്ടി എപ്പോഴും വിളിച്ച് ഓടിയെത്തുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ ചേട്ടന്മാരായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന വിനോദേട്ടൻ, റഫീഖ് സാറ്, JP സാറ്, പിന്നെ എൻ്റെ രാമേന്ദ്രൻ ചേട്ടൻ, ഇവരൊക്കെ ഒരുപാട് സഹായം നമുക്കുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു ഈ ഒരു വേളയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം, എൻ്റെ കൂടെ എല്ലാവരും കൂടിയാലും ഞാൻ ഒരുപാട് സന്തോഷവും സ്നേഹവും നിങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വേദിയിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് സംസാരിക്കാനുണ്ട്. നന്ദി. അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ഈ യുവാക്കൾ എന്ന സിനിമയുടെ സംവിധായകൻ മനോഹർ, വേദിയിലിരിക്കുന്ന റഫീഖ് ചൊക്ലി ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സിനിമ സീരിയൽ താരം ബാലൻ മന്നാടിയാർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഒരു സിനിമയുടെ അതിൻ്റെ പാക്കപ്പ് ശർമ്മണി, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ അതതിൻ്റെ പാക്കപ്പ് വരെ എത്തിക്കണമെങ്കിൽ അതിൽ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകൾ വളരെ വലുതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ചേർന്ന്
നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണ് യുവാക്കൾ എന്ന സിനിമ. അതിൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ, ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മൾക്കുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സിനിമ നിർമ്മിക്കുമ്പോൾ അതിന് വളരെ ചുരുങ്ങിയ ഒരു തുകയാണ് നമുക്ക് ചിലവാക്കേണ്ടതായി വരുന്നത്. അത് തന്നെ നമ്മുടെ ഒരു സിനിമയുടെ വിജയത്തിന് വലിയൊരു കാരണമായി തീരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരുമ്പാവൂരിൽ നിരവധിയായ സിനിമാ നടന്മാരും സംവിധായകരും ഉള്ള ഒരു നാടാണ്. ജയറാം ഉൾപ്പെടെയുള്ള നിരവധി സിനിമാ സംവിധായകർ, മമ്മി സെഞ്ചുറി ഉൾപ്പെടെയുള്ള സംവിധായകർ ഉള്ളൊരു നാടാണ് പെരുമ്പാവൂർ. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സിനിമ എടുക്കാൻ പ്രേരിപ്പിച്ച ഇതിൻ്റെ അണിയര പ്രവർത്തകരെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ തുടക്കം നിങ്ങൾക്ക് വീണ്ടും നല്ല രീതിയിലേക്ക് നല്ല ഒരുപാട് സിനിമകൾ എടുക്കാൻ ഒരു പ്രചോദനമായി തീരും. നിങ്ങളെക്കൊണ്ടുള്ള ആളുകൾ അതിന് മുന്നിട്ടിറങ്ങിയാൽ അത് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണം. അതിൻ്റെ തെളിവ് തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നമ്മുടെ പെരുമ്പാവൂരെ സംബന്ധിച്ചോളം ഞാൻ സൂചിപ്പിച്ചു, ജയറാമും ഉൾപ്പെടെ നിരവധിയായ സിനിമാ നടന്മാരുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാവരും ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്ന യുവാക്കൾ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്ന ഭൂരിപക്ഷം ആളുകൾ പുതിയ ആളുകളാണ്. റഫീഖ് ചൊക്കുളി ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകളാണ് പഴയ ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. എന്നിരുന്നാലും ഈ പടം വലിയ ഒരു വിജയമായി തീരണം, ഇതൊരു പ്രചോദനമായി തീരണം, നമ്മുടെ നാടിൻ്റെ അഭിമാനമായി തീരാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള നിരവധി സിനിമകൾ നിങ്ങളുടെ പ്രയത്നഫലമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ ക്ലോസിംഗ് സെറമണി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു സാറേ. വേദിയിലും സദസ്സിലിരിക്കുന്ന സ്നേഹബഹുമാനീയരായ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പെരുമ്പാവൂരിൻ്റെ നഗരപിതാവ് ജോൺ സാർ ഉദ്ഘാടനം ചെയ്ത യുവാക്കൾ എന്ന മൂവിയുടെ പേക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ഇതിന് അവസരം തന്ന പ്രിയ സുഹൃത്ത്, ഈ സിനിമയുടെ ഭാഗവുമായ താഹ, അദ്ദേഹത്തിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. വിവേഴ്സ് മീഡിയ നിർമ്മിച്ച് മനോഹർ പെരുമ്പാവൂർ എഴുത്തും സംവിധാനവും നിർവഹിച്ച യുവാക്കൾ എന്ന മൂവിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ടീമിന് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യർ, അത് ഔദ്യോഗികമായിട്ടാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും, ഞങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരു സിനിമ 2022 നവംബറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ എത്തും എന്ന് ആശങ്കയുണ്ടായിരുന്ന ഒരു സിനിമ, ഇന്നതിൻ്റെ പൂർത്തീകരണം. അതിൻ്റെ സന്തോഷത്തിലാണ്. ഇവിടെ ഇരിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ നിർമ്മാതാക്കളാണ്, അഭിനേതാക്കളാണ്, ടെക്നീഷ്യൻസ് ആണ്, എല്ലാവരും കൂടിയാണ്. അല്ലാതെ ഈ സിനിമക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇന്നേ വരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുണ്ട്, ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, പണ്ട് കാലങ്ങളിൽ ഈ കൂട്ടുകൃഷി സമ്പ്രദായമുണ്ട്. ജന്മിമാർക്കെതിരെ ചെറുകിട 10 സെന്റ് 20 സെന്റ് ഭൂമിയുള്ളവർ വയനാട്ടിലൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൂട്ടുകൃഷി സമ്പ്രദായം, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം. കാരണം 100 ഏക്കറും 200 ഏക്കറൊക്കെ ഉള്ളവന് മാത്രമേ കൃഷി ഇറക്കാൻ സാധിക്കൂ. ഇപ്പൊ 10ഉം 20ഉം സെന്റ് ഉള്ളവൻ ഒരിക്കലും കൃഷി ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ 10ഉം 20ഉം സെന്റുള്ള 10ഓ 100ഓ പേര് ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാടമ്പിമാർക്കെതിരെ കൃഷി സംവിധാനം കൊണ്ടുവന്ന ഒരു സിദ്ധാന്തം പണ്ട് കാലത്തുണ്ടായിരുന്നു. അതിന്റെ ഒരു ആവർത്തനമാണ് ഇവിടെ.
ഇവിടെ സിനിമ എന്ന് പറയുന്നത് 20 കോടിയും 50 കോടിയും മുടക്കിയവർക്ക് മാത്രമേ സിനിമ നിർമ്മിക്കാൻ സാധിക്കൂ എന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടേക്കുള്ളൊക്കെ മുഴുവൻ കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ഇതിൽ മമ്മൂട്ടി ഉണ്ടാവും, മോഹൻലാൽ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഒരിടത്തും പോയി ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ടും ഇപ്പൊ ഞാനൊരു കഥ എഴുതിയാല് ഒരു നിർമ്മാതാവ് അത് എടുക്കില്ല, ഒരു നടൻ അതിന് ഡേറ്റ് തരില്ല, ഒരു സംവിധായകൻ അത് എടുക്കില്ല. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കാര്യം ഇന്ന് സിനിമയിൽ തിളങ്ങി നിൽക്കുന്നത് പോലെയുള്ള ആ കഴിവുള്ള കലാകാരന്മാരാണ്. പക്ഷെ വാതിലുകൾ തുറക്കാൻ സാധിക്കുന്നില്ല, എവിടെയും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല, നമുക്കൊരു അവസരം ആരും തരുന്നില്ല. അതുകൊണ്ട് അത്തരം കലാകാരന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മനുമാഷ് എന്ന് വിളിക്കുന്ന മനോഹരന്റെ നേതൃത്വത്തിൽ ഒരു സിനിമ നിർമ്മിക്കുകയാണ്. ഇത് ഒരുപാട് പേർ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതോ ഒന്നുമല്ല, എല്ലാവരുടെയും കൂട്ടായ്മ. സിനിമാ മാടമ്പിമാർക്ക് ഒരു മറുപടിയാണ്. ഞങ്ങൾ വിചാരിച്ചാലും സിനിമ ഉണ്ടാക്കാൻ പറ്റും, ഞങ്ങളും ബിഗ് സ്ക്രീനിലെത്തും, ഞങ്ങൾക്കും സംവിധാനം ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കും അഭിനയിക്കാൻ പറ്റും, നമ്മൾക്കും സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും, നമുക്കും ഇതൊക്കെ കഴിയുന്നതാണ്, അവസരം കിട്ടാത്തത് കൊണ്ട് മാറി നിൽക്കുന്നതാണ് എന്ന് സിനിമക്കാർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസരമാണ്. തീർച്ചയായും ഈ സിനിമയിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. ഈ സിനിമ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുള്ള സിനിമയാണ്. തീർച്ചയായും ഈ സിനിമ വിജയിക്കണം. ഈ വിജയിക്കേണ്ടത് നമ്മളെപ്പോലെ മാറ്റി നിർത്തപ്പെട്ട കേരളത്തിൽ ഒട്ടടക്കമുള്ള ഒരു സമൂഹത്തിൽ ഒരുപാട് ചെറുപ്പക്കാരികളുണ്ട്. സമൂഹത്തിൽ നിന്നും ആഗ്രഹം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ഞാനും ഒരു സിനിമ ആഗ്രഹക്കാരനായിരുന്നു. അലഞ്ഞു നടന്നിട്ടില്ല എന്ന് മാത്രം. ഒരുപാട് കാലം കഴിഞ്ഞ് 50 വയസ്സിന് ശേഷമാണ് അവസരം കിട്ടിയത്. ഇപ്പൊ ബിസിനസ്സുകാരനായി മാറി. അല്ലാതെ 50 വയസ്സ് വരെ സിനിമ എന്ന ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിതം നശിപ്പിച്ചു കളഞ്ഞ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ കാണാനുള്ള ഒരു അവസരമാണിത്. വിചാരിച്ചാൽ അടിച്ചമർത്തപ്പെട്ട ഒരുപാട് പേര് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയും. അവരോടൊപ്പം മത്സരിക്കാൻ പറ്റും. തീർച്ചയായും 20, 50, 100 കോടി മുടക്കി എടുക്കുന്ന സിനിമകൾ തിയേറ്ററിൽ പോസ്റ്ററിൽ വരുമ്പോൾ ഒന്നുമില്ലാത്ത നമ്മുടെ സിനിമയും അതിനോടൊപ്പം ആ പോസ്റ്ററിൽ കാണും. അത് കാണിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഇത് നിസാരമായിട്ടാണ് കാണരുത്. നമ്മൾ അവരോടൊപ്പം എത്തി ഒരുമിച്ച് നിന്നിട്ടാണെങ്കിലും അവരോടൊപ്പം നമ്മളും സിനിമകൾ തിയേറ്ററിൽ ഓടും. അവരെ പോസ്റ്ററിനെടുത്ത് ദുൽഖർ സൽമാനും മറ്റേ ഫഹദ് ഫാസിലിന്റെ ഒക്കെ പോസ്റ്ററിനെടുത്ത് നമ്മളെ പോസ്റ്റർ വെക്കാൻ കഴിഞ്ഞു. ആ കൂട്ടായ്മയുടെ വിജയമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നിസാരമായിട്ട് അതിനെ കാണാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിജയത്തിന്റെ മനോഹരന്റെ പിന്നിൽ അണിനിരന്ന നിങ്ങൾ മുഴുവൻ ആളുകൾക്കും ആ വിജയത്തിൽ പങ്കുണ്ട്. എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു, ഞാനടക്കം. ഓക്കെ, താങ്ക് യു. ഈ മൈക്ക് എനിക്ക് എന്നും ഒരു അതുകൊണ്ടല്ല അലർജിയല്ല ഇത് ചകന്നിക്കണം. ഓക്കെ, ആരാധനായ അധ്യക്ഷൻ മനോഹർ പെരുമ്പാവൂർ, പെരുമ്പാവൂരിൻ്റെ നഗരപിതാവ് ജോൺ ബേബി ജേക്കബ്, ഇല്ലേ, ബിജു ജോൺ ജേക്കബ്, സോറി, സുപ്രസിദ്ധ സിനിമ സീരിയൽ നടൻ ബാലൻ മന്നാടിയാർ, എൻ്റെ സഹപ്രവർത്തകരായ JP രാമചന്ദ്രൻ ചേട്ടൻ, എൻ്റെ കൂട്ടുവില്ലൻ ട്രാഫിക്കുക, ശേഷം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന യുവാക്കൾ മൂവിയുടെ അണിയറ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 2 വാക്ക് സംസാരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ ഇവിടെ കയറി വന്നപ്പോൾ മമ്മൂട്ടി വരുന്ന പോലെ ഒരു അനൗൺസ്മെൻ്റ് അവിടെ നടത്തിയത്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ തന്നെ പറയാം. ഒരുപാട് സിനിമകളൊന്നുമില്ല. ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്നവർക്ക് സിനിമ ഡാഡി ഗോഡ് എന്ന് പറയുന്നത് ഒരു നായകവേഷം ആയതുകൊണ്ട് ഒന്ന് ഉറക്കെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ കടന്നു വന്നത് 2009, 10, 11 ഒരു 3 വർഷക്കാലം ഏഷ്യാനെറ്റിലെ സിനിമാലയിലുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഏഷ്യാനെറ്റിൻ്റെ സിനിമകളുടെ ഡയറക്ടർ ഡയാന സിൽവസ്റ്ററും ഡയാന ചേച്ചിയുടെ ഫാദർ സിൽവസ്റ്ററും എൻ്റെ ഫാദറും ഒരുമിച്ച് PJ ആൻഡി എന്ന് പറയുന്ന മഹാനായ നടൻ്റെ ട്രൂപ്പിലെ അഭിനേതാക്കളായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ വെള്ളം ചേർക്കാതെ റഫീഖ് സാർ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം ഒന്നും പറയാൻ പറ്റത്തില്ല.
അതുകൊണ്ട് എനിക്ക് കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ. എന്തായാലും റബി സാർ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ ആദ്യം അവസാനം മുതലുള്ള എല്ലാ പ്രവർത്തകരെയും, ആദ്യം ഉണ്ടായിരുന്ന പ്രവർത്തകരായ അസോസിയേറ്റ് ഡയറക്ടർ ജോഷി മുതൽ ശിഖ മുതൽ സുകന്യ വരെയുള്ള അസോസിയേഷനെയും കൂടെ അഭിനയിച്ച എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും എല്ലാ ആർട്ടിസ്റ്റുകളെയും ഈ അവസരത്തെ സ്മരിക്കുകയാണ്. അവരെല്ലാവരുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്ന ഒരേ ഒരാളെന്ന നിലയിൽ ആണ് അങ്ങനെ സ്മരിക്കാനുള്ള കാരണം. എല്ലാ ആർട്ടിസ്റ്റുകാർട്ടും എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, അല്ലേ സുകന്യ? എനിക്ക് കോമ്പിനേഷൻ അതായിരുന്നു സ്മരിയും ജോർജ് ആയാലും, പിന്നെ നമ്മുടെ മോളി കണ്ണമാരി ചേച്ചി, ശിവജി ഗുരുവായൂർ, അവർ ഈ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കോമ്പിനേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും പേഴ്സണലായിട്ട് ഇൻട്രാക്ഷൻ എനിക്കുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. നമ്മുടെ സിനിമ എല്ലാവരും പറയുന്ന പോലെ ഒരു വൻപിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആശംസ അർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇത് കഴിഞ്ഞിവിടെ നമുക്ക് പോകരുത്. കാരണം നമ്മുടെ സിനിമയുടെ ഒരു 85% മാത്രമേ നമ്മുടെ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഇനി ഇതിൽ കൂടുതൽ ഉണ്ടാകണം. ഞാൻ ഈ മനോഹരൻ മാഷെ പരിചയപ്പെടുന്നത് ഒരു കൊറോണയ്ക്ക് മുമ്പാണ്. കൊറോണയ്ക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പാതിര ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ടെലിഫിലിമിൽ എനിക്ക് അഭിനയിക്കാനായിട്ട് ഒരവസരം കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഡയറക്ടർ ആവണം, ഡയറക്ടർ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിന് എഴുതാനറിയാം, എല്ലാ കാര്യങ്ങൾക്കും അറിയാം. അപ്പം അദ്ദേഹത്തുമായിട്ട് ഞാൻ കൂടി പ്രവർത്തിച്ച് തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ യുവാക്കളിൽ വരുന്നത്. യുവാക്കളിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷമാവണം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് കഴിവുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി അത് പിരിഞ്ഞു പോകാത്ത രീതിയിൽ, ഇത് കഴിയുമ്പോൾ തന്നെ ചില ആളുകൾ ഇവിടുന്ന് വിട്ടു പോകാനായിട്ട് ഉള്ളതായിട്ട് ചില ആളുകളുടെ അഭിപ്രായങ്ങൾ പല വഴിക്കൊക്കെ ഞാൻ കേട്ടു. പക്ഷെ എന്തായാലും ആരും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇത് തീരുന്നവരെ, ഇതിപ്പോൾ റഫീഖ് പറഞ്ഞതിൽ അതിനോട് പിടിച്ച് പറയുകയാണെങ്കിൽ അതിനകത്തൊന്നും പറയാനില്ല ശരിക്കും ഈ സിനിമയെക്കുറിച്ച്. കാരണം എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്, വേറെ ആർക്കകത്ത് പറയണം. അപ്പോൾ എല്ലാവരും ഇനി ഇത് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കണം. മാഷെ നല്ല ഒരു അവാർഡ് വാങ്ങിക്കുന്ന ഒരു ഡയറക്ടറാക്കി എടുക്കണം. അതിന് എൻ്റെ ഭാഗത്ത് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. വേദിയിലിരിക്കുന്ന മാന്യ സഹപ്രവർത്തകരും അഭിനന്ദരായ ആൾക്കാരും, സദസ്സിലെ ഒരുപക്ഷെ അതിനെക്കാട്ട് വലിയ അഭിനന്ദനം അർഹിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരും, എനിക്ക് ഒത്തിരി പറയാനില്ല. കാരണം നിങ്ങളൊക്കെ തൃശ്ശൂർ പൂരം കണ്ടിട്ടാണ്. അതിനകത്ത് ബന്ധുക്കളും ഒടയവരും സഹപ്രവർത്തകരും നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾ കണ്ട് മനസ്സിൽ ചിന്തിച്ച് നോക്കുക. ആരുടെ അടുത്തേക്ക് വിളിച്ചാൽ എൻ്റെ ബന്ധുക്കളെ, എൻ്റെ അച്ഛനെ, അമ്മയെ, എൻ്റെ കൂട്ടത്തിൽ ഒന്നൊരു കിട്ടുന്ന അറിഞ്ഞിട്ട് അരയുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ആദ്യം ഈ സിനിമയുടെ പ്രവർത്തനം കണ്ടപ്പോൾ തോന്നിയത്. കാരണം എപ്പോൾ നോക്കിയാലും നിലവിളിക്കുന്ന, അല്ലെ കരയുന്ന, അല്ലെ സങ്കടം പറയുന്ന ഒരു ഡയറക്ടറെയാണ് ഞാൻ ആദ്യം കണ്ടു പരിചയപ്പെട്ടത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ബിനോയ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഒരു ചെറിയ വേഷത്തിൽ ചെയ്യാൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വലിയ ആളൊന്നുമല്ല, അന്നേരം പറഞ്ഞാൽ അതൊന്നുമല്ല, ഇതിനകത്തൊന്ന് സഹകരിക്കണം. അങ്ങനെ ഞാനും ഇതിനകത്ത് വന്നുപെട്ടതാണ്. പക്ഷെ ഇന്ന് ആ അനാഥനെ പോലെ സ്വന്തക്കാരെ തേടിയിടന്ന് അലഞ്ഞിരുന്ന ആ കുട്ടിയെ ഇത്രയും വലിയ സാഹചര്യം മുന്നേ കൊണ്ടിട്ട് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് കൈപിടിച്ച് ആശ്വസിപ്പിച്ച് മാറോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനിലുണ്ടായ ഒരു സ്വാശ്രയത്വം, അല്ലെങ്കിൽ നിങ്ങളെല്ലാം എൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ, എങ്കിൽ എനിക്ക് ഇനി ഇതിലും വലിയ സദസ്സിനകത്ത് അല്ലെ ഇതിലും വലിയ കൂട്ടത്തിൽ പോയാലും ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിലേക്ക് എത്തിവിടാൻ സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സാണ്. ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നത് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു. അതാണ് യുവാക്കൾ. ഈ യുവാക്കൾ എന്തിനു വേണ്ടി ഈ സമൂഹത്തിൽ സമർപ്പിക്കണം എന്നുള്ളതിൻ്റെ വീണ്ടും ഒരു വിശകലനം നടത്തുമ്പോൾ മനസ്സിലാകും. അഴിമതിക്കും അക്രമത്തിനും എതിരെ അനേകം പടകൾ, അല്ലെങ്കിൽ കൊള്ളയ്ക്കും ബലാത്സംഗത്തിനും അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ അനേകം ചിത്രങ്ങൾ ഇവിടെ നിലവിലുണ്ട്.
പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം പറഞ്ഞാൽ മാത്രമേ സമൂഹത്തിന് ഇനി പ്രയോജനപ്പെടുത്തുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തിരക്കഥ എഴുതി അതിൻ്റെ വേണ്ട അംഗങ്ങളെ ഒരിടത്തുനിന്നും വലിയ ആർട്ടിസ്റ്റുകളെ അദ്ദേഹം സെലക്ട് ചെയ്യുകയല്ല ചെയ്തത്. അദ്ദേഹം നടക്കുന്ന വഴിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്തും ആരോരുത്തരും സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിലായി, എൻ്റെ ഇന്ന റോൾ അഭിനയിക്കാൻ ഇന്ന ആൾ കൊള്ളാം എന്നുള്ളൊരു തിരിച്ചറിവ് ആ ആളിനെ കണ്ടെത്തി. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ആദാമിൻ്റെ ഭാര്യയിലൊക്കെ എഴുതിയ ജോൺ അബ്രഹാം എന്ന് പറഞ്ഞ ആള് നടന്നാണ് കഥകൾ കണ്ടെത്തിയത്, തിരക്കഥകൾ കണ്ടെത്തിയത്. ഓരോ സമൂഹത്തിലെ ഓരോ ഗ്രാമത്തിലെ വേദങ്ങളെ കണ്ടിട്ട് അത് തിരക്കഥയാക്കി മാറ്റപ്പെട്ടിരുന്നു. അത് മാറിയതിനു ശേഷം ഇന്ന് സംഗീതം ചെയ്തതിന് ശേഷം ലിറിക്സ് എഴുതുന്ന ഒരു സംവിധാനത്തിലേക്കും കഥകളെല്ലാം ഉണ്ടാക്കി ഒരുപക്ഷെ എനിക്കൊന്ന് ഡബിങ്ങുകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വലിയ ഷൂട്ട് ചെയ്യുന്ന ഒരു അവസരത്തേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത്. കാരണം അത്രത്തോളം സിനിമ വളർന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, സിനിമ തളർന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിലിരുന്ന പല പടങ്ങളും 1-2 ദിവസങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷമായി പോകുന്നു. പക്ഷെ ഇവിടെ നമ്മൾക്കൊരു ഏറ്റെടുത്തൊരു വാശിയുണ്ട്. നമ്മളുടെ സിനിമ ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ നമുക്ക് വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലൊരു ധൈര്യമായ ഒരു ഉദ്യമത്തിന് തയ്യാറാകാൻ നമ്മുടെ മനുമാഷിനെ പോലെയുള്ളവർക്കും റബിക് സാറിനെ പോലെയുള്ളവർക്കും വിനോദ് സാറിനെ പോലെയുള്ളവർക്കൊക്കെ പ്രചോദനകരമാവുകയും ഇതിനകത്ത് പ്രശംസ അർഹിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, റീന മാഡം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ തിരക്കുകൾക്കിടയിലും ഈ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് എത്ര ദൂരം നിന്നും, കാരണം നെടുങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ഇവിടെ എത്താറുള്ളത്, എങ്കിലും അവരുടെ ശക്തമായ ഇടപെടൽ പല മേഖലകളിലേക്ക് നമുക്ക് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട്. തിരക്കുള്ള സ്ത്രീയാണ്, എനിക്കറിയാവുന്ന ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ഒത്തിരി തിരക്കുകളുള്ളവരാണ്. ഈ തിരക്കുകൾക്കിടയിലും നമുക്ക് ഇതുപോലെ സംരംഭത്തിന് വേണ്ടി സഹകരിക്കാൻ സാധിച്ചതിന് നിങ്ങൾ എല്ലാവരോടും ഒത്തിരി കടപ്പെട്ട് വിധേയത്വത്തോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു.
അതുപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, എല്ലാവരും വിശിഷ്ടാതിഥികളാണ് നമ്മുടെ യുവാക്കളിൽ മൂവിൽ അഭിനയിച്ച എല്ലാവരും. കാരണം ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാര്യം നമ്മളാരും ഇല്ലെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് വേദിയിലിരിക്കുന്നവരെ നമ്മൾ അതിൻ്റെതായ രീതി കാണണമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് 2 വാക്കെന്ന് പറഞ്ഞാൽ 2 വാക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല പറയാനുള്ളത്. അതുപോലെ കഷ്ടപ്പാട് സഹിച്ച് നമ്മുടെ മനുമാഷ കൊണ്ടെത്തിച്ച ഒരു വർക്കാണ് നമ്മുടെ യുവാക്കൾ മൂവി. നമുക്കൊരു പ്രൊഡ്യൂസർ ഇല്ലാതിരുന്നിട്ടും നമ്മളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സന്തോഷകരമായ ഈ നിമിഷത്തിൽ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പങ്കാളികളാകാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്ന നല്ലൊരു സംഭവമാണ്. കാരണം ഇന്ന് നമുക്കറിയാം ഏതൊരു പടം നമ്മൾ പിടിക്കണമെങ്കിലും ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ്. സാമ്പത്തികമാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം. ആർട്ടിസ്റ്റുകളുണ്ട്, അതുപോലെ നമുക്ക് ഒരു ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് സാമ്പത്തികം വളരെ പ്രതിസന്ധിയാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരന് ഇവിടം വരെ എത്താൻ കഴിഞ്ഞു എങ്കിൽ അത് നമ്മളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരോടും ആദ്യം തന്നെ ഈ വേദിയിൽ എനിക്ക് നന്ദി അറിയിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് സുകന്യ പറഞ്ഞു, ഗ്രസിച്ച് ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ ആർട്ടിസ്റ്റുകൾ തന്നു. ചെറിയ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ആ ചെറിയ ബന്ധം വലിയ വലിയ ആളുകളായിട്ടാണ്. അപ്പോൾ ഒരാളെ തരാമോയെന്ന് ചോദിച്ചപ്പോൾ അതിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, സാമ്പത്തികമായിട്ടൊന്നും കൊടുക്കാനുള്ള ഒരാളല്ല ഞാൻ. അതുപോലെ ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന ആർട്ടിസ്റ്റുകളെ എനിക്ക് ഇവിടെ മനുമാഷിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ എന്നെ വിളിക്കുന്ന എല്ലാ സമയങ്ങളിലും ഞാൻ ഓടിയെത്തിയിട്ടുണ്ട്. ഇന്നലെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ വർക്കുകളും ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസം അതാണ്. അപ്പോൾ ഏതായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. വിനോദേട്ടൻ പാട്ടിൻ്റെ ആളാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ പാട്ട് പാടണം, അത് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് വണ്ടിയിൽ ഇരുന്ന ഇരേസി പാട്ട് പഠിക്കണം പറയും. വലിയ ഗായികയൊന്നുമല്ല, എങ്കിലും 2 പേര് പാടും. അപ്പം അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ജോഷി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോഷിയുടെ അഭാവത്തിൽ നമ്മുടെ ഈ പടം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സുകന്യ എല്ലാ രീതിയിലും സപ്പോർട്ടായിട്ടും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും എല്ലാ രീതിയിലും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഈ വർക്ക് ഇവിടം വരെ എത്തിച്ചത്. അതുപോലെ എല്ലാവരോടും എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ പടം വൻ വിജയമാകട്ടെ. ആകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം എത്ര ഇണങ്ങിയാലും ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ള പെട്ടെന്ന് പിണങ്ങണ ആളാണ്. പക്ഷേ എനിക്കങ്ങനെ മനസ്സിലങ്ങനെ ഒരു കടുംപിടുത്തമൊന്നുമില്ല. എങ്കിലും ഞാൻ പിണങ്ങണ ആളാണ്. മാഷിനോടും എല്ലാവരോടും അതും ഇതൊക്കെ പറഞ്ഞ് പിണങ്ങുന്ന ആളാണ്. പക്ഷെ എനിക്ക് ആരോടും വഴക്കില്ല. വഴക്ക് കൂടാൻ പാടില്ല. ഒരു ആർട്ടിസ്റ്റിന് വഴക്ക് കൂടാൻ പാടില്ല. കാരണം ഒരു ഫിലിം അത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ അത് ആർട്ടിസ്റ്റിൻ്റെ കൈകളിലൂടെയാണ്, അവരുടെ അഭിനയത്തിലൂടെയാണ്, അവർക്ക് കൊടുക്കുന്ന വേഷത്തിലൂടെയാണ്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം, ഞാനും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ യുവാക്കൾ എന്ന മൂവി 2 വർഷത്തോളം ഇതിനു വേണ്ടി പാടുപെട്ട് നടക്കുന്നു. ഔചാരികമായിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്ന് പെട്ടത്. ഇതിനകത്ത് വന്ന് പെടാൻ കാരണം ഗ്രേസി ചേച്ചിയാണ്. ഞാനൊരു ബസ് ഡ്രൈവറാണ്. ആ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിചയപ്പെട്ടാണ് ഗ്രേസി ചേച്ചി. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഒരവസരം വന്നു, എന്നോട് പറഞ്ഞു. അങ്ങനെ വന്നതാണ് ഇതിനകത്ത്. ഒരുപാട് അനുഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയധികം കഷ്ടപ്പെട്ട് ഇതുപോലൊരു മൂവി ഈ അടുത്തൊന്നല്ല ആരും ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെയാണ് മനുമാഷി ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നതും എല്ലാം. ഇങ്ങനെ നല്ലൊരു വേഷം തന്ന് ഇതിൽ ഉൾപ്പെടുത്തിയ സാറിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ 2 വാക്ക് സംസാരിക്കണമെന്ന് സുകന്യ പറഞ്ഞപ്പോൾ 2 വാക്ക് ഞാൻ പറഞ്ഞോളാം. ഇതിൽ ആദ്യത്തെ വാക്ക് നന്ദി.
അത് ആർക്കാന്ന് വെച്ചാൽ മനോഹർ. എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും. മനോഹർ എന്ന വ്യക്തി 2 വർഷമായിട്ട് ഒരു സിനിമയുടെ പുറകിൽ ഒരു 5 പൈസ ചെലവില്ലാതെ നമുക്കൊരു സംഭവം മുന്നോട്ട് പോയില്ല. അതിൽ കടിച്ച് പിടിച്ച് സൈലൻസ് ഈ കടിച്ചു പിടിച്ച വേദനകളൊക്കെ കടിച്ചു പിടിച്ച് ബുദ്ധിമുട്ടി ഒരു സംരംഭം ഇവിടം വരെ എത്തിച്ചതിന് വീണ്ടും ഒരു നന്ദി. അപ്പോൾ അതുമാത്രമല്ല, കാരണം ഓരോ ലൊക്കേഷനിലും എന്തോരം വിഷമം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എൻ്റെ വർക്കിൽ തന്നെ ഞാൻ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വിഷമം മനു അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുവിനെ ഒരു അഭിനന്ദനവും ആശീർവാദവും. ഈ പടം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ ഒരു ചെറിയൊരു സുഖനിക്കൊരു തെറ്റുപറ്റാണോ എനിക്ക് പറ്റുന്നത്. എൻ്റെ പേര് പറഞ്ഞപ്പോൾ എൻ്റെ ഫുൾ വിജയൻ ഏങ്ങണ്ടൂർ എന്നാണ്. അപ്പം എല്ലാവരെയും പരിചയപ്പെടുത്തിയപ്പോൾ വിജയൻ ഏങ്ങണ്ടൂരിൻ്റെ ഫുൾ പേര് പറഞ്ഞില്ല. ഞാനൊരു യൂട്യൂബറാണ്, ഒരു ആർട്ടിസ്റ്റാണ്. ഒരു 10-20 പടങ്ങളിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 40-40 പടം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വിത്ത് ഡയറക്ഷൻ അതാണ്. പിന്നെ പഴയകാല സീരിയലിൽ 3-4 സീരിയൽ ചെയ്തിട്ടുണ്ട്. അതേ പേര് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിരുന്നു, ആരും ഇതിൽ കൊടുത്തില്ല, പേര് പറഞ്ഞില്ല. നോ പ്രോബ്ലം സാറിന്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയുണ്ട്, അത് OTT മൂവിയാണ്. അത് ഡബിങ്ങിന് കയറ്റിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 4 കൊല്ലം അവർക്ക്, കാരണം പൈസ ഇല്ല, സാമ്പത്തികമില്ല. അപ്പം 4 കൊല്ലം വരെ എൻ്റെ പടം നീണ്ടു പോയെങ്കിൽ മനോഹര 2 വർഷം കൊണ്ട് ആ പടം തീർത്തു. അതിനൊരു പ്രത്യേക നന്ദി മനോഹരനുണ്ട്. അപ്പോൾ കാരണം സത്യം പറയുകയാണെങ്കിൽ ഈ ഗ്രേസി മുഖാന്തരമാണ് ഞാൻ മനോഹരനെ പരിചയപ്പെടുന്നത്. പക്ഷെ പരിചയപ്പെടുമ്പോൾ ഈ 1-2 ഷൂട്ട് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഇറങ്ങുമോ ഇല്ലയോ, പടം തീരുമോ ഇല്ലയോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഷൂട്ട് എനിക്ക് വരാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. ഈ ഓരോ സംഭവങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് മനോഹരൻ. ആ വേദന എന്താണെന്ന് നിങ്ങളിൽ ആർക്കും അറിയില്ല. പക്ഷേ ഈ ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആ വേദന അറിയാം. ആ വേദന സഹിച്ചതിന് ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആദ്യമായി വേദിയിലിരിക്കുന്ന യുവാക്കൾ എന്ന മൂവിയിൽ അഭിനയിച്ച എല്ലാവരോടും അതിൻ്റെ ഡയറക്ടർ മനുഷ്യേട്ടനോടും എൻ്റെ നന്ദി അറിയിക്കട്ടെ. പിന്നെ പറയാനുള്ളത്, ഞാനായാലും ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ചാരു എന്ന് പറയുന്ന നീമ വിനോദ്, ഞങ്ങൾ വരുന്നത് കോഴിക്കോട്, അല്ലെ ഞാൻ മലപ്പുറം, ചാരു കോഴിക്കോട്. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ചെറിയൊരു പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്ന ഞങ്ങളെ ആ ഒരു ഇത് കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ക്ഷണിക്കുകയും ഞങ്ങൾ ഇന്ന് ഇതുപോലെയുള്ള ഒരു വേദിയിൽ എത്തുകയും ചെയ്ത് മനുചേട്ടൻ എന്ന് പറഞ്ഞ നമ്മളെ മനോഹർ ചേട്ടൻ്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആദ്യമേ എല്ലാവരും പറയാം, ഞങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇതുപോലെ ഒരു വേദി. പക്ഷെ എന്തോ ഇതുവരെ നടന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു വേദി തന്ന് ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളെ മനോഹർ സാറിന് ഞങ്ങൾ ഒരുപാട് പറയാൻ തീരാൻ പറ്റാതെ നന്ദിയുണ്ട്. അതുപോലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേടിയോടെയാണ് ഞങ്ങളും ഈ നീമ വിനോദ് അഥവാ ഞാൻ ചാരു എന്ന് പറഞ്ഞ കഥാപാത്രമായാലും ഞാനാരും വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മളെ സെക്കൻഡ് ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ മാഡം ഞങ്ങളെ ഒരുപാട് ഇതിലേക്ക് പ്രചോദനം എന്നാൽ ഇതിന് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മളെ സെക്കൻഡ് ഡയറക്ടർ. അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ഒരുപാട് താങ്ക്സ്. വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട മോഹനൻ ചേട്ടൻ, ശ്രീ ചുക്ലി, എൻ്റെ ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ശ്രീമൂല തിരുവേരാണിക്കുളത്ത് വെച്ചിട്ട് ഞങ്ങളുടെ പാട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും മനുവിൻ്റെ ഈ സംരംഭം ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ ഒരു ടെലിഫിലിമിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. ഒരു കൂട്ടായ്മയിൽ കൂടി ഒരു സിനിമയുടെ അടുത്ത് എത്തി, സിനിമയുടെ അടുത്തല്ല സിനിമയിലേക്ക് എത്തിയ ഒരു വലിയ മനുഷ്യൻ തന്നെയാണ് തീർച്ചയായിട്ടും മനു. മനുവിൻ്റെ ഒരു ടെലിഫിലിമിൽ എൻ്റെ മകൾ അഭിനയിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു
ആൽബത്തിൽ ഞാൻ സംഗീതം ചെയ്ത് ഒരു ആൽബവും എനിക്ക് അദ്ദേഹത്തിൻ്റെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അനുവിൻ്റെ കൂട്ടായ്മയാണ് ഇത്രത്തോളം ഈ രീതിയിലേക്ക് എത്തിയത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്ന് ഇത്രത്തോളം ഇവിടെ എത്തി ഈ ഇത്രയും നല്ലൊരു വേദിയും ഇത്രയും സദസ്സും നല്ലൊരു ഈ സിനിമയുടെ പ്രമോഷൻ വരെ എത്തിയതിൽ വളരെ സന്തോഷം. അവിശ്രാന്ത പരിശ്രമം തന്നെയാണ് ഏതായാലും മനുവിന് ഇതിവിടെ വരെ എത്താനായിട്ട് സാധിച്ചത്. ഏതായാലും എല്ലാ ആശംസകളും നേരുന്നു മനുവിനും മനുവിൻ്റെ കൂട്ടുകാർക്കും. പാട്ട് ഞാൻ പാടാം, അടുത്ത കഴിഞ്ഞോട്ടെ. ആശംസകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാടാം. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രോജക്റ്റിന് വിളക്ക് കൊളുത്തി എന്നുള്ളതിൻ്റെ ഒരു ശിക്ഷയായിട്ടാണ് എന്നെ വീണ്ടും വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വിളക്ക് കൊളുത്തി എന്നുള്ളതൊരു സത്യമാണ്. ഒരാഴ്ചക്ക് മുമ്പ് എൻ്റെ പ്രവർത്തകർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ പുരോഗതിയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ സിനിമയുടെ എല്ലാ ഘട്ടങ്ങളെയും കടന്നുകൊണ്ട് അത് പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സത്യത്തിൽ ഇങ്ങനെ സാധാരണ ഷൂട്ടിംഗ് കഴിയുമ്പോൾ എൻ്റെ അപ്പോൾ നിലവിലുള്ള നടികളന്മാരെയും ടെക്നീഷ്യൻസിനെയൊക്കെ വെച്ചുകൊണ്ട് ചില പരിപാടികൾ നടത്താറുണ്ട്. അതൊരു 10-50 പരിപാടികൾക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി എൻ്റെ കലാജീവിതത്തിൽ, സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തന്നെ പറയട്ടെ. അതിന് സന്തോഷമുണ്ട്. ഇതുമായിട്ട് സഹകരിച്ച ആളുകളെല്ലാം ഇവിടെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞാലും അവരുടെ സ്നേഹം പങ്കുവയ്ക്കുന്നതിലും ഇങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്തതിൻ്റെ മുഖ്യ സംഘാടകർ പ്രകടിപ്പിച്ച ആ സ്നേഹവാത്സല്യങ്ങൾക്ക് ഞാൻ ആദ്യമേ നന്ദി പറയട്ടെ. ഞാൻ ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഒരു പറവൂര് ഒരു ഡോക്യുമെൻ്ററിയുടെ ആദ്യ പ്രദർശനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2 ദിവസമായിട്ട് ഒരു പുതിയ സിനിമയുടെ പ്രോജക്റ്റുമായിട്ട്, അത് എലന്തൂർ വിജയകുമാർ എന്ന് പറയുന്ന ഒരാൾ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയുടെ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളതിൻ്റെ ഒരു താരങ്ങളുടെ വേട്ടയാണ്. മെയിനായിട്ടുള്ളൊരു നടി എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അനുരാഗം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഗോപികയും പിന്നെ അവളുടെ പിതാവായിട്ട് അഭിനയിക്കുന്ന ഇന്ദ്രൻസുമാണ് മെയിൻ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത്. മറ്റുള്ള ആളുകളെ ഒന്നും ഇതുവരെ തപ്പി കിട്ടിയിട്ടില്ല. നമുക്ക് അനുയോജ്യരായ കഥാപാത്രം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഒരു നായക നടനെ കണ്ടുപിടിക്കാനുള്ള പുതിയൊരാളെ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു തിരക്കിലാണ് ഞങ്ങൾ. ഏതായാലും ഈ പരിപാടിക്ക് വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും തീരാനുള്ള പരിപാടികളെല്ലാം മുന്നോട്ട് പോയി ഈ ചിത്രം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാൻ കഴിയട്ടെ, സെൻസർ ചെയ്യാൻ കഴിയട്ടെ, അങ്ങനെ ശ്രദ്ധേയമായൊരു സിനിമയായിട്ട് ഇത് മാറട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. മറ്റൊന്നും എനിക്ക് പറയാനില്ല. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ശ്രീ മൂലധരം മോഹൻ സർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട റഫീഖ് അടക്കമുള്ള സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട മനോഹർ പെരുമ്പാവൂർ, മറ്റ് സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു പുതിയ സിനിമ അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അത് റിലീസ് സ്റ്റേജിലേക്ക്
അടുക്കുന്നതിന് മുൻപുള്ള ഒരു മീറ്റിംഗ് എന്ന രീതിയിൽ ഇതിൽ ഒട്ടേറെ കലാകാരന്മാരും ഒട്ടേറെ പിന്നണി പ്രവർത്തകരും ഒരുമിച്ചിരിക്കുന്ന ഒരു വേദിയാണ് ഇത് എന്നെനിക്കറിയാം. ഒരു സിനിമയിൽ അഭിനയിക്കുകയും അതിലൂടെ വരുമാനവും പ്രശസ്തിയും ഉണ്ടാക്കണമെന്ന ആഗ്രഹമില്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരനാകാൻ ആഗ്രഹിച്ച ഒരാളല്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കാനും അല്ലെങ്കിൽ സാഹിത്യ രംഗത്ത് നിൽക്കാനും ആഗ്രഹമുണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല എന്നതിൽ എനിക്ക് ദുഃഖമുണ്ടെങ്കിലും ആ മേഖലയിൽപ്പെട്ട ആളുകൾക്ക് അതുകൊണ്ടൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കവിത ദൃശ്യാവിഷ്കരിച്ചപ്പോൾ അതിൽ വൈലോപ്പിള്ളിയുടെ റോള് അഭിനയിച്ചത് ഞാനാണ്. ഗ്രേസി അന്ന് ഉണ്ടോ? അതുണ്ടോ? അപ്പൊ അന്ന് ഏകദേശം കുറേ ദിവസങ്ങൾ കൂടി അഭിനയിച്ചു. പക്ഷേ എല്ലാം കഴിഞ്ഞെങ്കിലും അത് ഇന്ന് വരെയും റിലീസായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞൊരു സന്തോഷം എനിക്കുണ്ട്. ഒരു കലാകാരൻ എത്രമാത്രം ആ കലയെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല മനസ്സുണ്ടെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ആ രംഗത്ത് നിങ്ങൾക്കൊക്കെ വിജയിക്കുവാൻ കഴിയും. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് അല്പം കൂടി നേരത്തെ വരേണ്ടതായിരുന്നു. കല്യാണങ്ങളുടെ തിരക്ക്, ഇനിയും 3-4 കല്യാണങ്ങൾക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിലും ഈ യുവാക്കൾ എന്ന് പറയുന്ന ഈ സിനിമ അത് സമൂഹത്തിന് മാതൃകയായി മികച്ച ഒരു സിനിമയായി മാറട്ടെ. എല്ലാ രീതിയിലുമുള്ള അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുകന്യക്ക് അവാർഡ് കൊടുക്കാൻ എന്നെ തന്നെ ക്ഷണിച്ച സന്തോഷമുണ്ട്. കാരണം ആദ്യം ശരിക്കും എനിക്ക് ഈ ഗ്രൂപ്പിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരാളായിട്ട് സുകന്യ. ഫസ്റ്റ് ഷോട്ടിൽ നമ്മൾ ഉടക്കിയതാണ്, ഇടയ്ക്ക് വെച്ച് ഷൂട്ട് നിർത്തി വെച്ചതാണ്. മനോഹർ ഓർമ്മയുണ്ടോ? ആണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇപ്പൊ ഞാൻ പറയുകയാണ്, ഈ ഹാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് സുകന്യയാണ്. തീർച്ചയായും. കാരണം ഈ സിനിമ തീർക്കാൻ വേണ്ടി മനോഹരന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഏക വ്യക്തി. 2ാം സ്ഥാനം മനോഹരൻ കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് സുകന്യയാണ്. തീർച്ചയായും. അപ്പൊ ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ടായിരിക്കും. യുവാക്കൾ എന്ന സിനിമയിലേക്ക് അവിചാരിതമായിട്ട് ഞാൻ എത്തിപ്പെടാനുള്ള കാരണം ദിവ്യ ചേച്ചിയാണ്. ചേച്ചി മുഖേനയാണ് ഞാൻ ഈ മൂവിയിലേക്ക് വന്നത്. ഈ സിനിമയിൽ എല്ലാത്തിനും നല്ല കട്ടയ്ക്ക് ആളുകളുടെ സ്ഥലത്തില്ലെങ്കിൽ പോലും ഫോണിലായാലും എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ കൃത്യമായി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് സിനിമ അഭിനയ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവ് കാട്ടുന്ന ചേച്ചിക്ക്, ആ ചേച്ചിയുടെ പുരസ്കാരം എൻ്റെ കൈ കൊണ്ട് തന്നെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ചേച്ചിയെ ഓർമ്മിച്ചുകൊണ്ട്, ചേച്ചിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് താങ്ക്സ്.
വർക്കിന് വേണ്ടി 2 വർഷം ഒരു വീട് തന്ന എൻ്റെ അമ്മച്ചി അപ്പച്ചനുണ്ട്. അവരെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പച്ചൻ സഭയെ ഞാൻ ക്ഷമിക്കുകയാണ് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി. ഇന്നലെ 2 മണിക്ക് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പച്ചൻ അത്രയും കഷ്ടം. സഭയെ ഞാൻ ക്ഷമിക്കുകയാണ്. പ്ലീസ് സഭി ഈ സ്റ്റേജിലേക്ക് ഒന്ന് കടന്നു വരണം. മനുച്ചേട്ടന് ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. അപ്പോൾ മനുച്ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു വീട് തരാമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. ഫിലിമൊക്കെ നന്നായിട്ട് നടക്കട്ടെ. നമ്മള് ഇന്നലെ രാത്രി കൂടെ ഒരു ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ? 12 മണി കഴിഞ്ഞു. 2 മണി 2:30 ആ സമയമൊക്കെ ആയിട്ട്. സമയമൊന്നും അറിഞ്ഞിട്ടില്ല, പോയതൊന്നും അറിഞ്ഞില്ല. അത്രയും നേരം ആ വീട്ടിലാണ്, ഇവരുടെ വീട്ടിലാണ് ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഞാൻ ആ വീട്ടിലെ റൂമുകളിലൊക്കെ വെറുതെ ജസ്റ്റ് നോക്കി ഇവരൊക്കെ എവിടെയാ എന്നുള്ളത്. പക്ഷെ ആ വീട്ടിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നല്ലേ? അടുക്കളയില് അവർ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ആ വീട് മൊത്തം കയ്യേറിയിക്കുന്നു. ഇങ്ങനൊന്നും ഒരു 2 വർഷത്തോളം നമുക്ക് ഒരു വീടൊന്നും ആരും വിട്ടു തരില്ല. ഇത്രയും നമ്മളോട് സഹകരിച്ച ഈ കുടുംബത്തിനോട് എൻ്റെ പേരിലും യുവാക്കൾ മൂവിയുടെ പേരിലും ഓരോരുത്തരുടെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരെയും കുറിച്ച് സംസാരിച്ചു. ഒരു വ്യക്തിയുടെ പേര് വിട്ടുപോയിട്ടുണ്ട്. ചേറാടി ശിവൻ, നമ്മുടെ വിനോദയായിട്ടുള്ള അച്ഛനായിട്ട് അഭിനയിച്ചു. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലാണെന്നാണ് ഇടയ്ക്ക് ഗ്രൂപ്പ് വഴി എനിക്ക് അറിയാൻ സാധിച്ചത്. എന്തായി അദ്ദേഹത്തിന് ഇപ്പോഴത്തെ നില എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായി നമ്മളിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവിചാരിതമായാണ് ഈ ഗ്രൂപ്പിൽ വന്നുപെട്ടത്. ദാഹം മുഖാന്തരമാണ് ഞാൻ എത്തിയത്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് രജീഷിനെയൊക്കെ പരിചയപ്പെടുന്നത്. പിന്നെ സുകന്യയെ വർഷങ്ങളായിട്ട് അറിയാം. എന്താണെങ്കിലും ഒരു ചെറിയ വേഷം ഈ സിനിമയിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുമാത്രമല്ല, ഒരുപാട് ട്രൂപ്പുകളിലും അതേമാതിരി സിനിമാ സെറ്റിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ കിട്ടിയ ആ ഒരു കെയർ, ആ ഒരു സ്നേഹം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് സഹകരിച്ചത്. അതിന് വളരെ സന്തോഷമുണ്ട്. അത് എന്താണെങ്കിലും മനുമാഷിൻ്റെയും ഇവരുടെ എല്ലാവരുടെയും വിജയം തന്നെയാണ്. കാരണം ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സെറ്റിലും ഉള്ളതാണ്. അത് തന്നെ നമ്മുടെ ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് ഇപ്പം ഈ ഇരിക്കുന്ന ചേച്ചി, പേരുപോലെ എനിക്കറിയാൻ പാടില്ല, ആ ചേച്ചിയൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് നമ്മുടെ ഈ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിലെ ഷൂട്ടിങ്ങിനൊക്കെ ശരിക്കും കഷ്ടപ്പെടുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ എത്രയും നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്നും ഈ ക്രൂവിൻ്റെ ഇതോടുകൂടി തന്നെ അടുത്ത് നല്ലൊരു പണി ഇതിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തന്ന സ്വീകരണത്തിന് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇനിയും വിളിച്ചാൽ എന്തെങ്കിലും ചെറിയ വേഷം ഉണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ തയ്യാറാണെന്ന് കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ കയ്യിലൊക്കെയാണ് വിനോദേട്ടനൊക്കെ. പിന്നെ JP ചേട്ടൻ്റെ റിസോർട്ടിലൊക്കെ പോയി അവിടെ തങ്ങിയ ഒരു ദിവസം രാത്രിയൊക്കെ ഞങ്ങളിവിടെ കിടന്നതുമാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി, സ്നേഹം. താങ്ക് യു. യുവാക്കൾ മൂവിയിലെ എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവ്വം നിങ്ങളുടെ ഈ സദസ്സിലേക്ക് വന്നതിനും യുവാക്കൾ മൂവിയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയതിനും ഞാൻ ആദ്യം തന്നെ മനുമാഷിനോട് നന്ദി പറയുന്നു. എന്നെ ഈ വേദിയിലേക്ക് ഈ മൂവിയിലേക്ക് കൊണ്ടുവന്നത് ജോണാണ്. ജോൺ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മുങ്ങി തന്ത്രപൂർവ്വം. മനുമാഷ് അതെല്ലാം തരണം ചെയ്ത് നമ്മുടെ ഈ മൂവിയിൽ അതിന് പകരമായിട്ട് ഓരോരുത്തരെ കയറ്റി. മനുമാഷിനെ ഞാൻ പ്രത്യേകം അതിന് നന്ദി പറയുകയാണ്. മനുമാഷിൻ്റെ ഓരോ ഹെൽപ്പും അത് നമുക്ക് കണ്ടറിയാം. പുള്ളി ചില സമയത്ത് പൊട്ടിക്കരയാറുണ്ട്, ചില സമയത്ത് സെറ്റിലില്ല. ഇന്നലെയും കൂടെ ഞാൻ മനുമാഷിനോട് പറഞ്ഞു, മനുമാഷ് എവിടെയായിരുന്നു? പക്ഷേ ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ അതിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു പുള്ളി. പക്ഷെ നമ്മള് സെറ്റില് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നമ്മൾ ഇതൊന്നും ഓർക്കാറില്ല. പക്ഷെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ പുള്ളി ആത്മാർത്ഥമായി ഇതിനകത്ത് സഹകരിച്ചു. ഇതിനകത്ത് വന്ന പിന്നെ ചേച്ചി ഇന്നലെ നമുക്ക് ആ വീട് തന്നത്, അതൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ലാത്ത നമ്മുടെ യുവാക്കൾ മൂവിയിൽ നമുക്ക് ഈ വീട് കിട്ടിയത് നമ്മൾ പൈസ കൊടുത്തൊന്നും അല്ല. നമ്മൾ ഇറങ്ങുന്നതും ഒരു
ലൊക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നും നമ്മൾ പൈസ കൊടുത്തല്ല. പക്ഷെ നമുക്ക് ചേച്ചി ഇന്നലെ എനിക്ക് ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി പോയി കിടക്ക്, വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ചായ ഇടുന്നു, പഴം അവിടെ വെച്ച് തരുന്നു, മുന്തിരി കഴുകി കൊണ്ട് കൊടുക്കുന്നു. അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം ചേച്ചി മക്കൾക്ക് വേണ്ടി മേടിച്ചു വെച്ചതെന്ന് ഓർക്കണം തരുന്നത്. ഒന്ന് ഓർത്തു നോക്കി, എന്റെ ഒരു അമ്മയുടെ സ്ഥാനത്താണ് ഇന്ന് ഞാൻ ചേച്ചിയെ കണ്ടത്. അതുകൊണ്ട് ചേച്ചിയോട് ഞാൻ പറഞ്ഞു, സീന ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി പോയി കിടക്ക്, ചേച്ചി ഇവിടെ വേണ്ട മോളെ ഞാൻ കിടക്കുന്നില്ല, നിങ്ങൾ പോയി കഴിഞ്ഞ് ഞാൻ കിടക്കുന്നുള്ളൂ. എന്നിട്ട് അത് പാവം എത്ര സമയമായപ്പോഴാ ചോറുണ്ടെന്നറിയാവോ? 11:30 മണി കഴിഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ചപ്പോഴാണ് ഒരു ചോറ് വാരി തിന്നുന്നത്. ഇത്രയും ഒരു ആത്മാർത്ഥമുള്ള, ഞാൻ ഈ സെറ്റിൽ ഈ ലൊക്കേഷനിൽ എല്ലാം പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇത്ര ആത്മാർത്ഥമായിട്ട് ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരുടെ മക്കളാണേലും നമ്മളോട് സഹകരിച്ച് ഇത്രയും രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി, അവരെ ഫാമിലി അടക്കം ദൈവത്തോട് കരുണയുണ്ടായി പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നല്ല അമ്മയാണ്, നല്ല മക്കളാണ്. ഇന്നലെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അത്ര ആത്മാർത്ഥമുണ്ട്. എന്റെ അമ്മ എന്നെ മരിച്ചുപോയി, എന്നാൽ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ഇന്നലെ ഞാൻ അമ്മയെ കണ്ടു. ഞാൻ ഇന്നലെ 2 മണിയായി ഇന്നലെ അവിടുന്ന് പോരുമ്പോ, അതുവരെ ഉറങ്ങിയിട്ടില്ല. സഹായം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ എല്ലാവരും അങ്ങനെ ആവണം. നമ്മൾ ഒരാൾ വലുതാകുമ്പോൾ അവരെ മറ്റൊരു രീതിയിൽ ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിലാണ് നമ്മുടെ വിജയം. വിജയം അതിലാണ്. നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരാജയത്തിലേക്ക് മാത്രമേ പോവുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മുന്നേറാൻ പറ്റില്ല. നമ്മൾ സ്റ്റെപ്പായിട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം കൂടെ ഉണ്ടാവണം. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അവിടെയാണ് നമുക്ക് വിജയം. ഈ യുവാക്കൾ മൂവിയുടെ സെറ്റിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും, മനുമാഷിനും, ഇവിടെ എത്തിയ സുകന്യക്ക് പ്രത്യേകമായി ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. സുകന്യ ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ടു. സുകന്യ ഇന്നലെ ഒരു ടോയ്ലറ്റിൽ പോകാൻ പോലും സുകന്യക്ക് പറ്റാത്ത രീതിയിൽ വയറുവേദനയായിട്ട് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് സുകന്യ എപ്പോഴാ പോയിട്ട് വന്നിട്ട് വയറ് പൊത്തി പിടിക്കുകയാണ്. അത്ര സഹിച്ചാണ് സുകന്യ നമ്മുടെ കൂടെ നിന്നത്. സുകന്യ ഇതില് ആത്മാർത്ഥമായി നമ്മുടെ കൂടെ ഉണ്ട്. സുകന്യയെ ഞാൻ പ്രത്യേകമായി ഈ വേദിയിൽ അഭിനന്ദിക്കുകയാണ്. സുകന്യക്ക് ഇനിയും നല്ലൊരു ഡയറക്ടർ സ്ഥാനം കിട്ടി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനുമാഷിനെ പ്രത്യേകം ഇതിലേക്ക് ആദരിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.